ജൂലൈ 4-ന് സ്കൂൾ ഓപ്പൺ ആകുന്നു, പോകുന്നു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. എവളുമായിട്ട് ഒരു പയ്യൻ, എൻ്റെ ഫ്രണ്ട് ക്ലാസ്സിലുള്ള തന്നെ ഒരു ഷാരിഖ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഷാരിഖ് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു, അവർ കളി പറയുന്നു, തമാശ പറയുന്നു. അപ്പോൾ ഈ പുള്ളിക്കാരത്തി വലുതായിട്ട് വേറെ ആരോടും അങ്ങനെ മിങ്കിൾ ചെയ്യുന്നില്ല. എടാ നിങ്ങൾ തമ്മിൽ എന്താ? അപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് എന്താ? ഞാൻ പറയില്ല, എനിക്കിങ്ങനെ ആ കുട്ടിയെ ഇഷ്ടമാണ് മിനിയും. അത് പറഞ്ഞതിന് ശേഷമുള്ള എൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞിട്ട് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞതിന് ശേഷം ഈ ബെഞ്ചിൻ്റെ അപ്പുറം ഒരേ സൈഡിൽ ഒരേ റോയിലാണ് ഇരിക്കുന്നത്, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ ഒരു ഐ കോണ്ടാക്ട് ഉണ്ടല്ലോ. ഹരിക്ക് പറഞ്ഞ സത്യമാണോ എന്ന് പറയുന്നതും അതേന്ന് നാണത്തോടെ പറഞ്ഞതും ഒക്കെ. വർഷങ്ങൾക്ക് മുന്നേ ഒരു സീരിയൽ സെറ്റിൽ നിന്ന് ഇറങ്ങി പോവേണ്ടി പോലും വന്നിട്ടുണ്ട്. ഇറക്കി വിടേണ്ടി നമുക്ക് മുമ്പൊന്നും അഭിനയിച്ച് യാതൊരു പരിചയവുമില്ല. അങ്ങനെ നമ്മൾ ലൊക്കേഷനിലേക്ക് എത്തുന്നു, അഭിനയിക്കുന്നു. ആ സംവിധായകൻ സാറ്റിസ്ഫൈഡ് അല്ല, ഈ ക്യാരക്ടർ ചെയ്യാൻ ഇയാളെ കൊണ്ട് പറ്റില്ല, വേറൊരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും കോസ്റ്റ്യൂം മാറുന്നു, മേക്കപ്പ് മാറ്റി ചെയ്ത് നോക്കാം വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിലേക്ക് മാറുന്നു. അതും ചെയ്തിട്ട് ശരിയാവുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ പുള്ളി പറഞ്ഞു, എന്നെ ബുദ്ധിമുട്ടിച്ചതുപോലെ ഇനി ഒരു സംവിധായകനെ ബുദ്ധിമുട്ടിക്കരുത്. അപ്പോൾ 2 പ്രോജക്റ്റുകൾ ആഗ്രഹിച്ചിരുന്നു. നമ്മൾ 2 പ്രോജക്റ്റിലേക്ക് എത്തുന്നു. ഒന്നിൽ നിന്ന് അഭിനയിക്കാൻ അറിയില്ല എന്ന് നമ്മളെ പറഞ്ഞു വിടുന്നു. അങ്ങനെ പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ ആ മറ്റേ പ്രൊഡ്യൂസറെ വിളിച്ച് പറയുന്നു, എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, എനിക്ക് അഭിനയിക്കാൻ അറിയാത്തതുകൊണ്ട് എന്നെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഞാൻ കാരണം അന്ന് ആ പ്രൊഡ്യൂസർക്ക് ഒരുപാട് നഷ്ടമുണ്ടായി. അപ്പോൾ ഞാൻ കാരണം ഇനി മാമിനൊരു നഷ്ടം ഉണ്ടാവരുത്, അതുകൊണ്ട് മാം വേറെ ആരെങ്കിലും വെച്ച് സീരിയൽ ഷൂട്ട് ചെയ്യണം, എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. മാം എന്നോട് പറഞ്ഞു, ശരി നിനക്ക് അഭിനയിക്കാൻ അറിയില്ല, ആ കാര്യം അവർ നിന്നോട് പറഞ്ഞല്ലോ, നിന്നെ വച്ചേ ഞാൻ സീരിയൽ ചെയ്യുന്നുള്ളൂ, എനിക്കിനി എത്ര കാശ് ചിലവായാലും ശരി നിന്നെ വെച്ചേ ഞാൻ സീരിയൽ ചെയ്യുന്നുള്ളൂ, അതിന് എത്ര കാശ് മുടക്കാനും ഞാൻ തയ്യാറാണ്. ഇപ്പോൾ നീ വന്നത് ചെയ്തില്ലെങ്കിൽ പിന്നീട് നീ ദുഃഖിക്കും, മലയാള സിനിമയിൽ മറ്റ് നടന്മാരോടൊപ്പം നിന്നെ ഞാൻ കസേരയിട്ട് ഇരുത്തുമെന്ന് മാമിനോട് പറഞ്ഞിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ അത് പിന്നീട് പല വേദികളിലും എനിക്ക് ഈ പറഞ്ഞ പോലെ വളരെ സീനിയർ ആയിട്ടുള്ള പോപ്പുലർ ആക്ടേഴ്സിനോടൊപ്പം ഒരുമിച്ച് വേദി പങ്കിടാനുള്ള ഭാഗ്യം ലഭിച്ചു. പ്ലാൻ ചെയ്യുന്ന ഇവന്റ് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം കൂടുതൽ മനോഹരമാക്കണ്ടേ? കല്യാണം, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഇവന്റ്സ് ഏതുമായിക്കോട്ടെ, വളരെ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം അത് ഏറ്റവും സ്പെഷ്യൽ ആക്കാൻ ഇനി നിങ്ങൾക്കൊപ്പം മൈൽസ്റ്റോൺ ഇവന്റ്സ്. ഹായ്, ഹലോ ആൻഡ് വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ്. ഇന്നെൻ്റെ കൂടെ ഉള്ളത് മിനി സ്ക്രീനിലൂടെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആളായ ഒരു വ്യക്തിയാണ്. മറ്റാരുമല്ല, മിനി സ്ക്രീനിലൂടെ നമ്മുടെ എല്ലാവരുടെയും ഹൃദയം കവർന്ന ആക്ടർ ആനന്ദ് നാരായൺ. വെൽക്കം ചേട്ടാ. താങ്ക് യു. ചേട്ടനോട് സംസാരിക്കുമ്പോൾ എനിക്ക് കുറച്ച് പേഴ്സണലി സംസാരിക്കേണ്ടി വരും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പോലെയൊക്കെ ഒരു ആങ്കറായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് വർഷങ്ങൾക്ക് മുന്നേ, അല്ലേ? സോ ആങ്കറിങ്ങിൽ നിന്നും ആക്ടിങ്ങിലോട്ട് എത്തുന്നു, മിനി സ്ക്രീനിൽ എത്തുന്നു, മലയാളി പ്രേക്ഷകരുടെ ഒക്കെ ഹൃദയം കവരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ജേണി? ഇപ്പോൾ ആലോചിക്കുമ്പോൾ നമുക്ക് നമ്മളൊരുപാട് സ്ട്രഗിൾ ചെയ്തു, നമ്മളൊരുപാട് കഷ്ടപ്പെട്ടു. ഈ പറയുന്ന പോലെ എല്ലാവരുടെയും ഉള്ളിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ, അതിന് ആക്ടർ ആവാൻ അഭിനയിക്കാൻ ആഗ്രഹമില്ല ചോദിച്ചാൽ അഫ്കോഴ്സ് ഉണ്ട് എന്ന് പറയും. അത് എനിക്ക് തോന്നുന്നു നമ്മൾ ലാലേട്ടൻ്റെ മമ്മൂക്കയുടെ ഒക്കെ സിനിമ കണ്ട് വന്ന് പരിചയിച്ച മലയാളികളായോണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ അങ്ങനെ ഒരു ആഗ്രഹം പിന്നീട് എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് വന്നതാണ്. ആങ്കറിങ് ആയിരുന്നു. എനിക്കിങ്ങനെ എൻ്റെ വൈഫ് എപ്പോഴും പറയും, ഇങ്ങനെ ചുമ്മാ റേഡിയോ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കും, തിരിച്ച് ഒരാൾ കേൾക്കാൻ മാത്രം ഉണ്ടായിരുന്നാൽ മതി, എത്ര സമയം വേണമെങ്കിലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ ആണ് ഞാൻ ആങ്കറിങ്ങിലേക്ക് വരുന്നത്. അപ്പോൾ അവതാരകനായി. അതിൽ നിന്നും പിന്നെ എപ്പോഴോ പൂവിട്ട ഒരു ആഗ്രഹമായിരുന്നു അഭിനയിക്കണം എന്ന്. പിന്നെ അതിൻ്റെ പുറകെ പോയി. അങ്ങനെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു നടനായിട്ട് വന്നിരിക്കുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഒരുപാട് ന്യൂ കമ്മേഴ്സിന്, ഇപ്പം അനന്തേട്ടൻ അറിയുന്ന ചില ആൾക്കാരോട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ ഒരു ന്യൂ കമ്മറിനോട് അനന്തേട്ടൻ കൊടുത്തൊരു ഉപദേശമാണ്, ലൈഫിൽ സ്ട്രഗിൾസ് ഉണ്ടാവും, ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടാവും, പക്ഷേ നീ വർക്ക് ചെയ്യ്, മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യ്, നിനക്കൊരു ഡ്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ അവിടെ എത്തും. ഇത് ഞാൻ പറഞ്ഞ വാക്കുകളല്ല, അനന്തേട്ടൻ പറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ അനന്തേട്ടൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തി ആ ഒരു കാര്യത്തിനെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് മുന്നേ ഒരു സീരിയൽ സെറ്റിൽ നിന്ന് ഇറങ്ങി പോവേണ്ടി പോലും വന്നിട്ടുണ്ട്. ഇറക്കി വിടേണ്ടി വന്നു. ഓക്കെ ഓക്കെ. അത് കയ്യിലിട്ട് പോകണ്ടോ സ്വഭാവം മോശമായതുകൊണ്ടോ അങ്ങനെ ഇറക്കി വിട്ടതല്ല, അഭിനയിക്കാൻ അറിയില്ലാത്തതുകൊണ്ട് ഇറക്കി വിട്ടത്. നമ്മൾ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്ന പ്രേക്ഷകർ വിചാരിക്കും, ഇവൻ അത്രയ്ക്ക് അഹങ്കാരിയായിരുന്നു. അപ്പോൾ അല്ല, എല്ലാവരുടെയും ഈ പറഞ്ഞ പോലെ എന്താ നമ്മൾ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ ഓർമ്മിക്കാൻ ശ്രമിക്കാത്ത കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കുറച്ച് കാര്യങ്ങൾ ലൈഫിലുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ സംഭവിച്ച ഒന്നാണ്. ഈ പറഞ്ഞതുപോലെ അഭിനയിക്കാനുള്ള ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തോടു കൂടി നമ്മളൊരു പ്രോജക്റ്റിലേക്ക് എത്തുന്നു, ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമാകുന്നു, ഒരു സംവിധായകൻ നമ്മളെ സെലക്ട് ചെയ്യുന്നു, ഒരു പ്രൊഡ്യൂസർ നമ്മളെ ഒരു പ്രോജക്റ്റിലേക്ക് സെലക്ട് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ആ ലൊക്കേഷനിലേക്ക് എത്തി. നമുക്ക് മുമ്പൊന്നും അഭിനയിച്ച് യാതൊരു പരിചയവുമില്ല.
അങ്ങനെ നമ്മൾ ലൊക്കേഷനിലേക്ക് എത്തുന്നു, അഭിനയിക്കുന്നു. ആ സംവിധായകൻ സാറ്റിസ്ഫൈഡ് അല്ല, ഈ ക്യാരക്ടർ ചെയ്യാൻ ഇയാളെ കൊണ്ട് പറ്റില്ല, വേറൊരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും കോസ്റ്റ്യൂം മാറുന്നു, മേക്കപ്പ് മാറ്റുന്നു. അങ്ങനെ ക്യാരക്ടറാണോ ചേഞ്ച് ചെയ്തത് അതോ ആദ്യത്തെ ക്യാരക്ടർ നോക്കിയിട്ട് 1 more ടേക്കിൽ ഒന്നും ശരിയാവുന്നില്ല. അപ്പോൾ വീണ്ടും അത്രത്തോളം പെർഫോം ചെയ്യാനില്ലാത്ത വേറൊരു ക്യാരക്ടർ ചെയ്ത് നോക്കാം വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിലേക്ക് മാറുന്നു. അതും ചെയ്തിട്ട് ശരിയാവുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ പുള്ളി പറഞ്ഞു എന്നെ ബുദ്ധിമുട്ടിച്ചതുപോലെ ഇനി ഒരു സംവിധായകനെ ബുദ്ധിമുട്ടിക്കും. ഒരുപാട് പ്രതീക്ഷകളോടൊക്കെ അല്ലേ നമുക്ക്? തീർച്ചയായും. പിന്നെ കാരണം ഒരു പ്രോജക്റ്റിലേക്ക് നമ്മൾ പിന്നെ ഒന്നാമത് ഇന്നത്തെ പോലെ ഒരു സോഷ്യൽ മീഡിയ ഒരു ഇൻഫ്ലുവൻസ് ഇല്ല അന്ന്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് കുറച്ചുകൂടി നമുക്ക് കഴിവുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി വേ ആണ് സീരിയലിലേക്ക് എത്താൻ. അപ്പോൾ അങ്ങനെ അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ എത്തിയിട്ട് എൻ്റെതെന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് ഒരു പ്രോജക്റ്റിലേക്ക് ഷൂട്ട് തുടങ്ങുന്നു, വേറൊരു പ്രോജക്റ്റും കൂടി എന്നെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 2 പ്രോജക്റ്റുകൾ ആഗ്രഹിച്ചിരുന്നു, നമ്മൾ 2 പ്രോജക്റ്റിലേക്ക് എത്തുന്നു. ഒന്നിൽ നിന്ന് അഭിനയിക്കാൻ അറിയില്ല എന്ന് നമ്മൾ പറഞ്ഞു വിടുന്നു. അങ്ങനെ പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ മറ്റേ പ്രൊഡ്യൂസറെ വിളിച്ച് പറയുന്നു എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, എനിക്ക് അഭിനയിക്കാൻ അറിയാത്തതുകൊണ്ട് എന്നെ പറഞ്ഞു വിട്ടു. അപ്പം ഞാൻ കാരണം അന്ന് ആ പ്രൊഡ്യൂസർക്ക് ഒരുപാട് നഷ്ടമുണ്ടായി. അപ്പോൾ ഞാൻ കാരണം ഇനി മാമിനൊരു നഷ്ടം ഉണ്ടാവരുത്, അതുകൊണ്ട് മാം വേറെ ആരെങ്കിലും വെച്ച് സീരിയൽ ഷൂട്ട് ചെയ്യണം, എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ തുറന്ന് പറഞ്ഞപ്പോൾ ഇന്നും ഓർക്കുന്നു, ഗ്രീൻ TV പ്രൊഡക്ഷൻസ് രമാ മാമാണ്, മാം എന്നോട് പറഞ്ഞു ശരി നിനക്ക് അഭിനയിക്കാൻ അറിയില്ല, ആ കാര്യം അവർ നിന്നോട് പറഞ്ഞല്ലോ, നിന്നെ വച്ചേ ഞാൻ സീരിയൽ ചെയ്യുന്നുള്ളൂ, എനിക്കിനി എത്ര കാശ് ചിലവായാലും ശരി നിന്നെ വെച്ചേ ഞാൻ സീരിയൽ ചെയ്യുന്നുള്ളൂ, ഇനി എത്ര കാശ് മുടക്കാനും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു വല്ലാത്തൊരു പ്രചോദനമായി. കാരണം നമ്മുടെ ബ്രദറോ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ മാമനോ അങ്ങനെയുള്ളവർ നമുക്ക് വേണ്ടി കാശ് മുടക്കാൻ ചിലപ്പോൾ ഒരുപക്ഷെ ഉണ്ടാവും, ഒരു നടനെ അല്ലെങ്കിൽ നടിയെ പുതുതായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരു പ്രൊഡ്യൂസർ രമാ മാം ഇങ്ങനെ എനിക്ക് വേണ്ടി ഒരു ഓപ്പർച്യൂണിറ്റി തന്നപ്പോൾ അതായിരിക്കണം ഒരു പക്ഷേ ഈ ദൈവത്തിൻ്റെ ഈ കൈത്താങ് എന്നൊക്കെ പറയുന്ന പോലെ. അങ്ങനെ രമാ മാഡം അന്ന് പിടിച്ചിരുത്തിയാണ്. മാഡം എന്നോട് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാനിപ്പോൾ നിന്നെ വിളിക്കുന്നത് മലയാള സീരിയൽ രംഗത്തേക്കാണ്, ഇപ്പോൾ നീ വന്നത് ചെയ്തില്ലെങ്കിൽ പിന്നീട് നീ ദുഃഖിക്കും, മലയാള സിനിമയിൽ മറ്റ് നടന്മാരോടൊപ്പം നിന്നെ ഞാൻ കസേരയിട്ട് ഇരുത്തുമെന്ന് മാമിനോട് പറഞ്ഞിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ അത് പിന്നീട് പല വേദികളിലും എനിക്ക് ഈ പറഞ്ഞ പോലെ വളരെ സീനിയർ ആയിട്ടുള്ള പോപ്പുലർ ആക്ടേഴ്സിനോടൊപ്പം ഒരുമിച്ച് വേദി പങ്കിടാനുള്ള ഭാഗ്യം ലഭിച്ചു. അപ്പോൾ അത് ഞാൻ ദൈവതുല്യമായ ഒരു നന്ദി ഈ ഒരു അവസരത്തിൽ ഞാൻ രമാ മാമിന് കൊടുക്കുകയാണ്. ഒരു എക്സൈറ്റ്മെന്റോട് ചോദിക്കുക, അന്ന് ആ ഇറങ്ങിപ്പോയ ഒരു സെറ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇറങ്ങേണ്ടി വന്നൊരു സെറ്റ് ഉണ്ടല്ലോ, പിന്നെ ആ ഒരു ക്രൂവിനോട് അല്ലെങ്കിൽ ആ ഒരു ഡയറക്ടറോട് വർക്ക് ചെയ്യാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, പിന്നെ ആ ഡയറക്ടറോട് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഡയറക്ടറോട് ദേഷ്യമോ വൈരാഗ്യമോ ഒന്നുമില്ല. കാരണം അദ്ദേഹത്തിന് ജോലി ചെയ്തു, കാരണം ഒരാളെ വെച്ച് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ പിന്നീട് ഞാൻ അറിഞ്ഞത് അദ്ദേഹം വേറെ വർക്കുകളൊന്നും അങ്ങനെ ചെയ്തില്ല എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അദ്ദേഹത്തോടൊപ്പം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ അതിനെക്കുറിച്ച് പിന്നെ ആലോചിച്ചിട്ടേ ഇല്ല. കാരണം നമ്മൾ വീണ്ടും അറിയില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഇനി അറിയണം, അഭിനയിക്കണം എന്നൊരു തീരുമാനമാണ് ഉള്ളിലെടുത്തത്. അങ്ങനെ മനസ്സുകൊണ്ടെടുത്ത തീരുമാനമാവും ഒരുപക്ഷെ ഇന്ന് നടനായി ജീവിച്ചു പോകുന്നത്. ഓക്കെ. ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ശ്രദ്ധിച്ചു തുടങ്ങി എപ്പോഴാണെന്ന് അറിയാം, നമ്മുടെ കോവിഡ് കാലഘട്ടത്തിൽ ഒരു സീരിയൽ വരുന്നു, അപ്പോൾ കുടുംബവിളക്ക്, അതിനെപ്പറ്റി പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല അല്ലെ, ഡോക്ടർ അനിരുദ്ധ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. എനിക്ക് തോന്നുന്നു ഇനീഷ്യലി നമ്മുടെ ആ ഒരു എപ്പിസോഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ദേഷ്യമുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. പിന്നെ അത് ഓവർ ദ ടൈം അത് ചേഞ്ച് ചെയ്യുണ്ടായി. അതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയാം. അതായത് ആക്ച്വലി അത് ഒരു ഹീറോയിൻ ഓറിയന്റഡ് സബ്ജക്റ്റ് അല്ല. കുടുംബവിളക്ക് എന്ന് പറയുന്ന കുടുംബത്തിലൊരു വിളക്ക്, അത് ഒരു സ്ത്രീയാണ്, ലൈക്ക് മൈ മദർ, അമ്മയുടെ അമ്മയും 2 ആൺമക്കളും ഒരു മകളും, അങ്ങനെ 3 മക്കളടങ്ങുന്ന ഒരു കുടുംബമാണ്. അച്ഛന് വേറൊരു അഫെയർ വരികയും അച്ഛൻ അങ്ങനെ വേറൊരു അതിലേക്ക് പോവുകയും അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്ന വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മൂത്ത മകൻ്റെ ക്യാരക്ടറായിരുന്നു ഡോക്ടർ അനിരുദ്ധ്. അപ്പോൾ ഈ സാധാരണ ഈ കുടുംബ പ്രേക്ഷകർ അല്ലെങ്കിൽ അമ്മമാർ, ഭാര്യമാരൊക്കെ ഇട്ടേച്ച് പോകുന്ന ഭാര്യമാരെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഇട്ടേച്ച് പോയ അച്ഛനോടൊപ്പം നിന്ന മകനായതുകൊണ്ട് ആദ്യം എന്നെ വെറുത്തു, പിന്നെ അമ്മയോട് സ്നേഹം കാണിക്കാത്തത് കൊണ്ട് എന്നെ വെറുത്തു. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാരണങ്ങളിൽ പ്രേക്ഷകർ വെറുത്തു. പിന്നീട് ഒടുവിൽ ഈ അമ്മയുടെ സ്നേഹം തിരിച്ചറിയുകയും അമ്മയോടൊപ്പം നിൽക്കുകയും ചെയ്യുമ്പോഴാണ് ഈ അനിരുദ്ധിനെ പ്രേക്ഷകർ തിരിച്ച് സ്നേഹിച്ചു തുടങ്ങുന്നത്. എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു 500 എപ്പിസോഡിന് ശേഷമാണ് ഞാൻ ചെയ്ത ആ ക്യാരക്ടർ എല്ലാവരും ആ ഒരു ചേഞ്ച് ശരിക്കും ഫീൽ ചെയ്തായിരുന്നു. പുറത്തൊക്കെ ഇറങ്ങുമ്പോഴത്തേനും ആൾക്കാരുടെ ഒരു സമീപനം. ഞാനും എൻ്റെ വൈഫായിട്ടൊക്കെ പോകുമ്പോൾ വൈഫിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവനെ വിശ്വസിക്കരുത്, കള്ളനാണ്, അവനെ വിശ്വസിക്കരുത്, അവനെ അടി കൊടുക്കണം, അവൻ അച്ഛൻ്റെ 2ാം കല്യാണം നടത്താൻ നടക്കുക.
നടക്കുന്ന മോനാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നിന്നും പിന്നെ ഈ പ്രേക്ഷകർ നമ്മളെ ആക്ച്വലി അവർ ആ കഥാപാത്രത്തിൻ്റെ ഇതിലാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ആസ് എൻ ആർട്ടിസ്റ്റ് നമുക്കതിനെ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ടാണ് എടുക്കാറുള്ളത്. കാരണം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ അവർക്ക് അറിയില്ല. അവർ നമ്മുടെ ക്യാമറയിൽ കണ്ട ഇത് വെച്ച് മാത്രം സംസാരിക്കുന്നതാണ്. അപ്പോൾ അതിലൊന്നും ഒരു എന്താ പറയുക, ചിരിച്ചുകൊണ്ടെടുക്കുക, നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് കണ്ടിട്ടുള്ളൂ. ഓക്കെ, ഞാനൊരു ഡേറ്റ് പറയാം. 2011 മാർച്ച് 28. എനിക്ക് തെറ്റില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ആ ഒരു ഡേറ്റ് സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ അറിയാം. ഓക്കെ, അതിന് മുന്നേയും അതിന് ശേഷവും ലൈഫിൽ ഉണ്ടായ ഡിഫറൻസിനെ പറ്റി സംസാരിക്കാമോ? അതിന് മുന്നേ വരെ മിനി എൻ്റെ കാമുകിയായിരുന്നു, പ്രണയിനിയായിരുന്നു. അതിനുശേഷം എൻ്റെ ഭാര്യയായി, ഇപ്പോൾ എൻ്റെ 2 കുഞ്ഞുങ്ങളുടെ അമ്മയായി. എൻ്റെ നല്ലൊരു സുഹൃത്താണ്. 10 വർഷങ്ങൾക്ക് നീണ്ടു നിന്ന പ്രണയത്തിനൊടുവിലാണ് ഞങ്ങൾ വിവാഹം ചെയ്യുന്നത്. 2001 ഞങ്ങൾ പ്രണയം സ്റ്റാർട്ട് ചെയ്യുന്നത്. 2011 എത്തുമ്പോൾ 10 വർഷങ്ങൾക്ക് ശേഷം 2011 മാർച്ച് 28 കല്യാണം. അപ്പോൾ ഈ മാർച്ച് ആകുമ്പോൾ നീണ്ട 25 വർഷങ്ങൾ കഴിയും. എന്താ പറയുക, ഏതൊരാളിൻ്റെയും ജീവിത വിജയത്തിന് പിന്നിൽ അല്ലെങ്കിൽ മുന്നിൽ കൂടെ ഒരു സ്ത്രീ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന, ഇപ്പോൾ ഒരു സ്ത്രീയല്ല 2-3 സ്ത്രീയുണ്ട്. അമ്മയായിരുന്നു ആദ്യം, പിന്നെ ഭാര്യ വന്നു. ഇപ്പോൾ അമ്മയുടെയും ഭാര്യയുടെയും പേര് പറഞ്ഞ് എൻ്റെ മോള് വെറുതെ വിടില്ല, അതുകൊണ്ട് മോളെയും കൂടി ഉൾപ്പെടുത്തണം. 2ാമത്തെ ആള് മോളാണ്. അപ്പോൾ സന്തോഷം, ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഉയർച്ചയും നമ്മുടെ പേര് പറഞ്ഞാൽ 10 പേര് ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലേക്ക് ദൈവം കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അതിന് ഒരുപാട് നന്ദി ഈശ്വരനോട്. ഓക്കെ, അപ്പോൾ ഷൂട്ടൊക്കെ ആയിട്ട് പുറത്ത് പോകുമ്പോഴുണ്ടല്ലോ ചിലപ്പം വീട്ടിൽ നിന്ന് കുറേ നേരം മാറി നിൽക്കേണ്ടിയൊക്കെ വരത്തില്ല. എങ്ങനെയാണ് അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ആയി പോകുന്നത്? സത്യം പറഞ്ഞാൽ എൻ്റെ മോൻ കുഞ്ഞായിരുന്ന സമയത്ത് എനിക്ക് അത്രയും ഒരു ഇതെന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ ഈ ലോക്ക്ഡൗൺ വന്ന സമയത്ത് സീരിയൽ കുറഞ്ഞല്ലോ, ഷൂട്ട് കുറഞ്ഞു. അപ്പോൾ ആ സമയത്ത് കുറച്ച് കൂടുതലായിട്ട് അപ്പോൾ ഈ 1 to 15 ഒരു ഷെഡ്യൂളും 16 to 30 മറ്റൊരു സീരിയൽ ഷൂട്ടും, അങ്ങനെ ഓൾമോസ്റ്റ് 2 സീരിയൽസായിട്ട് പോവുമായിരുന്നു. അപ്പോൾ ഈ ലോക്ക്ഡൗൺ വന്ന സമയത്ത് ഒരു സീരിയലിലേക്ക് ചുരുങ്ങി. അപ്പോൾ അങ്ങനെ കുറഞ്ഞ സമയത്ത് മോളോടൊപ്പം കുറച്ച് സമയം കൂടുതൽ കളിക്കുകയും അവളോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തപ്പോഴാണ് ആ ഒരു അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ അതിപ്പോൾ മോൻ കേട്ട് അവനെ ഓടിച്ചിട്ടിരിക്കും, അവനോട് അറ്റാച്ച്മെൻറ്റ് ഇല്ല എന്ന്. പക്ഷേ ആ സമയത്ത് നമ്മൾ അത്രയും അങ്ങനെ വീട്ടിൽ നിൽക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടായിരിക്കും അതൊരു വല്ലാത്ത ഒരു ഇതായിപ്പോയി നമുക്ക്. ഇപ്പോൾ അത് ഷൂട്ടില്ലെങ്കിൽ തന്നെയും സത്യം പറഞ്ഞാൽ എന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ളവർക്ക് തന്നെ അറിയാം, നമ്മളില്ലെങ്കിൽ മോസ്റ്റ്ലി വീട്ടിൽ തന്നെയാണ്, അല്ലെങ്കിൽ അവരോടൊപ്പം പുറത്തായിരിക്കും കൂടുതൽ സമയം. അങ്ങനെ പിള്ളേരോടൊപ്പം, വൈഫിനോടും പിള്ളേരോടൊപ്പമാണ് സ്പെൻഡ് ചെയ്യുക. ഓക്കെ, 10 വർഷം നീണ്ടു നിന്നൊരു പ്രണയമാണെന്ന് പറഞ്ഞു. ഞാനൊരു ചെറിയ ടാസ്ക് വരട്ടെ. എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നിങ്ങൾ തമ്മിൽ ഫസ്റ്റ് മീറ്റ് ചെയ്തൊരു മൊമെന്റ് ഓർമ്മയുണ്ടോ? അതിനൊരു സീരിയൽ സീൻ പോലെ ഒന്ന് വർണ്ണിക്കാവോ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? അതായത് പിന്നെ ഞങ്ങൾ ഒരു ക്ലാസ്സിൽ തന്നെ പഠിച്ചതാണ്. അപ്പോൾ +1 ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 10th വരെ പഠിച്ച സ്കൂളിൽ തന്നെയായിരുന്നു എൻ്റെ +1. അപ്പോൾ ഏതൊരു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം 1ാം ക്ലാസ് മുതൽ, ഇപ്പോൾ പ്രീ സ്കൂൾ പോലെ പ്രീ KG പോലെ കൊണ്ട് ചേർക്കുമല്ലോ. അപ്പോൾ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച ഏതൊരു ആൺകുട്ടിയോട് ചോദിച്ചാൽ അവൻ ആ സ്കൂളിൽ +1 +2 പഠിക്കണമെന്നേ പറയില്ലേ, അതിനോട് ചോദിച്ചാൽ. അപ്പോൾ ഞാൻ നമ്മുടെ സ്കൂളിൽ അങ്ങനെ പറയുന്നതല്ല, ഏതൊരു ആൺകുട്ടിയുടെ ആ ടീനേജിൽ നിൽക്കുന്ന ഒരു ആൺകുട്ടിയുടെ ആഗ്രഹവും ഇഷ്ടമാണ് പറയുന്നത്. എനിക്ക് +1 +2 ബസ് കയറി അല്ലെങ്കിൽ വേറൊരു യൂണിഫോം ഇട്ട്. കാരണം നമ്മൾ ഈ 10 വർഷമായിട്ട് ഈ യൂണിഫോം കണ്ട് നമ്മൾ ആകെ വെറുത്തിരിക്കുന്ന സമയമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് +1 വേറൊരു സ്കൂളിൽ തന്നെ പോകണം, പഠിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാ സ്കൂളിൽ നിന്നും ഫോം മേടിക്കുന്നു. എല്ലാ സ്ഥലത്തും അടുത്തുള്ള സ്ഥലങ്ങളിൽ ബസ് കയറി പോകാം, അല്ലെങ്കിൽ സൈക്കിളിൽ കുറച്ച് ദൂരെ പോയി നടന്നു പോകുന്ന ദൂരേ ഉള്ളൂ ഞാൻ +1 പഠിച്ച സ്കൂളിൽ, അതായത് 1ാം ക്ലാസ് മുതൽ പഠിച്ച സ്കൂളിൽ. അങ്ങനെ അവസാനം കറങ്ങി തിരിഞ്ഞിട്ട് വെങ്ങാനൂർ സ്കൂളിലേക്ക് പോകാം, ബാലരാമൻ സ്കൂളിലേക്ക് പോകാം എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നിട്ട് ഏറ്റവും ഒടുവിൽ സയൻസ് എടുത്ത് അവിടെ തന്നെ പഠിക്കാൻ തീരുമാനിച്ചിട്ട് ആ സ്കൂളിൽ തന്നെ പോയി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമില്ലാണ്ട് പോയതാണ് +1 ആദ്യത്തെ ദിവസം. സ്കൂൾ നമ്മൾ ക്ലാസ് തുടങ്ങുന്ന സമയം. അപ്പോൾ ഈ എനിക്ക് തോന്നുന്നു ജൂലൈ 4-ാം തീയതിയാണ്. ജൂലൈ 4. അതെ. അപ്പോൾ ഈ ജൂലൈ 4 സ്കൂൾ ഓപ്പൺ ആകുന്നു, പോകുന്നു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത്, കാണുന്നത്. നമ്മൾ ക്ലാസ്സിലുള്ള കുട്ടികളെയൊക്കെ, അപ്പോൾ കൂടെ പഠിച്ച കുട്ടികളല്ലാതെ മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള കുട്ടികൾ വരുമല്ലോ. അപ്പോൾ പരിചയമുള്ളവരും പരിചയമില്ലാത്തവരുണ്ട്. അപ്പോൾ അന്ന് ഞാനൊന്ന് ശ്രദ്ധിച്ചു ക്ലാസ്സിൽ വെച്ചിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി തിരിച്ച് വന്നപ്പോൾ ബസ് സ്റ്റോപ്പിലും നിൽക്കുന്നത് കണ്ടു. അപ്പം ക്ലാസ്സിൽ ശ്രദ്ധിച്ചപ്പോഴും ഇടവും വലവും 2 കൂട്ടുകാരികളുണ്ടായിരുന്നു. അപ്പോൾ പിന്നീടാണ് അറിഞ്ഞത് അവർ കളിക്കൂട്ടുകാരായിരുന്നു, കുഞ്ഞുനാൾ മുതൽ ഒരുമിച്ച് പഠിച്ചവരാണ്. അപ്പോൾ അവർ 3 പേരായിട്ട് ഇവിടെ വന്നതാണ്. ബസ് സ്റ്റോപ്പിൽ വന്നപ്പോഴും ഇവർ 3 പേരും തന്നെ ഉണ്ട്. അപ്പോൾ അന്ന് ആ ക്ലാസ് മുറിയിൽ കണ്ടൊരു ഓർമ്മ എനിക്ക് ഇപ്പോഴും ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ സൈക്കിൾ ചവിട്ടി ജംഗ്ഷൻ വഴി ഇങ്ങനെ പാസ് ചെയ്ത് പോയപ്പോഴത്തേക്കും ബസ് കയറാൻ നിൽക്കുന്നതും കണ്ടു. അപ്പോൾ ബസ് കയറി പോകുന്ന റൂട്ടിലേക്കുള്ള ഏതൊരു കുട്ടിയാണ്. പക്ഷെ അന്ന്
എന്താ പറയുക, നമുക്ക് ഒരു പ്രണയം അല്ലെങ്കിൽ ഇഷ്ടം എന്നില്ല, നമ്മൾ എന്താ പറയാ, അന്നത്തെ ആ ഒരു ടീനേജിൽ തോന്നുന്ന ഒരു ആ ക്രഷ് പോലെ, പാവം ഒരു കുട്ടി, അധികം ബഹളവും ഒന്നുമില്ല, അങ്ങനെ ആ രീതിയിലാണ് അന്ന് മിനിയെ ശ്രദ്ധിച്ചത്. പിന്നീട് പല പ്രാവശ്യങ്ങളിലും പല ദിവസങ്ങളിലും അതേ ജംഗ്ഷൻ വഴി ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ പ്രണയത്തിലായതിനു ശേഷം സൈക്കിളിലൊക്കെ പോയ ഓർമ്മകളൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. പഴയ 2000-ലെ MTB സൈക്കിൾ ഇങ്ങനെ ഹാൻഡിലൊക്കെ മാറ്റി വെച്ച സാധനം. അപ്പോൾ അതിലൊക്കെ കുറേ സമയം ഇങ്ങനെ സൈക്കിളിൽ നടന്ന് ചുമ്മാ ബെല്ലൊക്കെ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും, പിന്നെ ബസ്സിന്റെ പുറകെ കുറേ ദൂരം പോവാം. ബസ് പോകുന്ന വേഗത അറിയാമല്ലോ, മാക്സിമം. എപ്പോഴാണ് തിരിച്ചൊരു എസ് കിട്ടി നമുക്ക്? അത് ഞാൻ പറഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ച് പറയുന്നത്. ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട്, കാരണം ഞാൻ എൻ്റെ ക്ലാസ് തുടങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇവളുമായിട്ട് ഒരു പയ്യൻ, എൻ്റെ ഫ്രണ്ട് ക്ലാസ്സിലുള്ള തന്നെ ഒരു ഷാരിഖ് എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ ഒന്ന് ഷാരിഖ് ജീവിച്ചിട്ടില്ല, ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അപ്പോൾ ഷാരിഖ് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു, അവർ കളി പറയുന്നു, തമാശ പറയുന്നു. അപ്പോൾ ഈ പുള്ളിക്കാരത്തി വലുതായിട്ട് വേറെ ആരോടും അങ്ങനെ മിങ്കിൾ ചെയ്യുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു, പോയി നമ്മുടെ കൂട്ടുകാരൻ തന്നെ ആദ്യത്തെ പണി നമുക്ക് തന്നു, ഇവർ തമ്മിൽ എന്തോ ലൈൻ സെറ്റായിരുന്നു നേരത്തെ എന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ പിന്നീടാണ് അറിയുന്നത് അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു. അവർ കുഞ്ഞുനാൾ മുതൽ ഒരുമിച്ച് ട്യൂഷൻ ക്ലാസ്സിലൊക്കെ പഠിച്ച്. അപ്പോൾ ആ പുതിയ സ്കൂൾ മാറി വന്നതിൻ്റെ അവർ വർഷങ്ങളായിട്ട് അറിയാവുന്നൊരു അടുപ്പമായിരുന്നു. അവരുടെ സൗഹൃദത്തെ ഞാൻ തെറ്റായി കണ്ടു എന്ന് വേണം പറയാൻ. അവർ ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇപ്പോൾ ഷാരിഖ് ജീവിച്ചിരിപ്പില്ല, മിനിയോട് പോയി പറഞ്ഞു. അപ്പോൾ ഷാരിഖിനോടാണ് ഞാൻ പറയുന്നത്, എടാ നിങ്ങൾ തമ്മിൽ എന്താ? അപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് എന്താ? ഞാൻ പറഞ്ഞില്ല, എനിക്കിങ്ങനെ ആ കുട്ടിയെ ഇഷ്ടമാണ് മിനിയെ. ഞാൻ ചെന്ന് പറയാം, നല്ല കുട്ടിയാണ്. അപ്പോൾ ഞാൻ അവൾക്ക് ലൈനുണ്ടോ? ലൈൻ അവളെ പുറകെ ആരൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്, 1-2 പേരൊക്കെ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ ഒന്ന് പറയുന്നു. അവൾ ആരോടും ഇതൊരു എസ് പറഞ്ഞിട്ടില്ല. ഞാൻ നീ പ്രപ്പോസ് ചെയ്ത കാര്യം പറയാമെന്ന് ഷാരിഖാണ് മിനിയോട് പറയുന്നതും, മിനി തിരിച്ച് പറയുന്നതും ഷാരിഖിനോടാണ്. ഷാരിഖാണ് എന്നോടൊന്ന് പറയുന്നത്. പിന്നെ അത് പറഞ്ഞതിന് ശേഷമുള്ള എൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞിട്ട് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞതിന് ശേഷം ഈ ബെഞ്ചിൻ്റെ അപ്പുറം ഒരേ സൈഡിൽ ഒരേ റോയിലാണ് ഇരിക്കുന്നത്, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ ഒരു ഐ കോണ്ടാക്ട് ഉണ്ടല്ലോ. എസ് പറഞ്ഞു, ഷാരിഖ് പറഞ്ഞത് സത്യമാണോ എന്ന് ചോദിക്കുന്ന ഒരു സാധനമുണ്ട്. അതൊക്കെ എനിക്ക് ഇപ്പം ഒരു ഇന്റർവ്യൂവിലും അങ്ങനെയുള്ള സാധനം ആരും ചോദിച്ചിട്ടില്ല. ഇപ്പം എനിക്ക് ആ ക്ലാസ് മുറിയും ആ പഴയ യൂണിഫോം, ആ സാധനങ്ങളൊക്കെ എനിക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഷാരിഖ് പറഞ്ഞത് സത്യമാണോ എന്ന് പറയുന്നതും അതേന്ന് നാണത്തോടെ പറഞ്ഞതും ഒക്കെ ഓർത്തെടുക്കാൻ പറ്റുന്നു. പക്ഷെ അതൊക്കെ ഓർക്കുമ്പോഴാണ് അറിയണത് 25 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അത്രയും വയസ്സ് കഴിഞ്ഞിരിക്കുന്നു എന്ന്. ഓക്കെ ചേട്ടാ, ഒരു ഫൺ സെഗ്മെന്റിലോട്ട് പോകാവോ? ഒരു പ്രാങ്ക് കോൾ ചെയ്യാൻ പറ്റുമോ? നമ്മുടെ അഞ്ജലി ഹരി എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞ് വിളിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ട് വിളിക്കാം, പക്ഷെ ഇന്റർവ്യൂ ഇല്ലാണെന്ന് പറയരുത്. ഞാൻ കാരണം ആവശ്യങ്ങൾക്ക് മാത്രമാണ് വിളിക്കാറുള്ളത്. അപ്പോൾ ഷൂട്ടിലാണെങ്കിലും എടുക്കാൻ പറ്റുന്ന സമയത്തൊക്കെ എടുക്കാറുണ്ട്. പ്രാങ്ക് പറഞ്ഞ് അങ്ങനെ വിളിച്ചിട്ടില്ല. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്യോ? നമ്മൾ എന്തെങ്കിലും ഒരു പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്ന കൊച്ചാ, എന്തെങ്കിലും അയ്യോ ഞാൻ ഇങ്ങനെ പെട്ടെന്നൊക്കെ പോയി എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ അവിടുത്തെ ഷൂട്ട് മുടങ്ങും. അയ്യോ, നമുക്ക് അപ്പം തന്നെ. ഹലോ ഹലോ, ഷൂട്ടിലാണോ? ഷൂട്ടിലാണോ? കൊച്ചിയോ? ഞാൻ ട്രിവാൻഡ്രത്താ. ഞാൻ വിളിച്ചതേ ഒരു ഒപ്പീനിയൻ എടുക്കാനായിരുന്നു. വേണോ വേണ്ടേ എന്ന് പറയാനാണ്. ഒരു വർക്ക് വന്നു. അപ്പോ തമിഴിലാ. അപ്പൊ ഹീറോ ആയിട്ട് അവര് നരേന്റെ കട്ടൊക്കെ ഉണ്ട്, നമുക്ക് ഹീറോ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇപ്പോൾ നമ്മൾ ഈ പ്രോജക്റ്റ് ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ നല്ലൊരു എമൗണ്ട് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഇത്രയും ഒരു എമൗണ്ട് കേട്ടാൽ അവർ എന്നെ സെലക്ട് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ അല്ല, അവർക്ക് 1 to 20 ആണ് വേണ്ട ഡേറ്റ്. അതാണ് ഞാൻ ചോദിക്കണം, ശ്രുതി എന്ത് ചെയ്യും? വേറൊരു ശ്രുതി വന്നാൽ നിനക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ചുമ്മാ വേറെ അതിന് പോട്ടെ. ഇപ്പൊ നല്ല ഹൈപ്പിൽ കിട്ടുന്നുണ്ട് സുധി എന്നുള്ളൊരു ക്യാരക്ടർ. ചുമ്മാ അവിടെയും ഇവിടെയും പോയിട്ട് അത് കളയാൻ ഹൈപ്പ് ഉണ്ട്. ഓക്കെ, നമുക്ക് നമ്പർ 1 റേറ്റിംഗ് നിൽക്കുന്ന സീരിയലാണ്. ക്യാരക്ടർ അവിടെ കിട്ടുമെന്ന് നിങ്ങൾക്ക് എന്താ ഉറപ്പ്? അല്ല, തമിഴല്ലേ, അവര് സാലറി, ഞാൻ പറഞ്ഞ സാലറി അവർ ഓക്കെയാണ്, ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം മാത്രം നോക്കി പോയിട്ട് നിങ്ങളുടെ ക്യാരക്ടർ പോലില്ലെങ്കിൽ എന്ത് ചെയ്യും? അതും ശരിയാണ്. അല്ല, അപ്പോൾ ഞാൻ പോണേൽ നിനക്ക് കുഴപ്പമില്ല.
പോണേന് കുഴപ്പമുണ്ടോ വെച്ചാ പിന്നെ കുഴപ്പമില്ലാതിരിക്കുവോ? നിനക്ക് ഞാൻ ഭയങ്കര പൊക്കം കൂടി പോയി, നിനക്ക് നിന്റെ സൈസിനുള്ള നല്ലൊരു നായകൻ അടുത്ത് വരുമ്പോൾ നീ ഓക്കെ ആവൂലേ? അത് ഞാൻ ഇന്നേരം അടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ കാര്യം. ഇല്ല ഇല്ല, ഞാൻ ചുമ്മാ ചോദിച്ചാൽ നിങ്ങൾക്ക് പോണെങ്കിൽ പോവാ. ഞാൻ പോണില്ല. ശ്രുതി പോയിക്കഴിഞ്ഞാൽ ശ്രുതിക്ക് സഹിക്കില്ല, നെഞ്ച് പൊട്ടി കടാപ്പുറത്ത് തേരാപ്പാരാൻ നടക്കും. അതുകൊണ്ട് ഞാൻ പോണില്ല. എന്നെ തമിഴിൽ പറഞ്ഞാൽ 25K പെർ ഡേ തരാമെന്ന് പറഞ്ഞു. ഞാൻ ആ റെമ്യൂണറേഷൻ വേണ്ടെന്ന് വെച്ചു. ഞാൻ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഇൻ്റർവ്യൂവിൽ ഇരിക്കുക. ചീത്ത വിളിക്കല്ലേ, നിന്റെ ഇമേജ് തകരും. നിനക്ക് എന്നോട് എന്തെങ്കിലും പേഴ്സണലി പറയാനുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് അയക്കാം, ഞാൻ മാത്രമേ കേൾക്കുള്ളൂ. ഇല്ല, ഇതിന്റെ ബാക്കി കോള പിന്നെ തരാം. ഒരു നിമിഷം ഞാൻ എന്തോ വർക്ക് അങ്ങനെ ഒരു വർക്ക് പകുതി വഴിയിലിട്ടിട്ട് പോകും തോന്നുന്നുണ്ടോ നിന്റെ ആനന്ദേട്ടൻ? അല്ല അതില്ല, എന്നാലും ശ്രുതി പെട്ടെന്ന് പോകുന്നുണ്ടല്ലേ, നമുക്ക് ശ്രുതി പോവാൻ അത് ഒട്ടും പറ്റത്തില്ല. നമുക്ക് ശ്രുതി പോവാന്ന് പറഞ്ഞാൽ നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവസരങ്ങൾ വേറെ വരും. പക്ഷേ കാശിൻ്റെ പേരിൽ നമ്മൾ അങ്ങനെ ഇതുവരെ ഒന്നും ഇട്ടിട്ട് പോയിട്ടില്ല. അപ്പോൾ എന്തായിരുന്നാലും താങ്ക് യുടാ. അപ്പോൾ കാണാം. ഓക്കെ. ശരിക്കും വിശ്വസിച്ചു അല്ലേ? ശരിക്കും വിശ്വസിച്ചു. ഞാൻ അങ്ങനെ പ്രാങ്ക് കോളുകൾ വിളിക്കുക, ഡെയിലി ഒരു കോൾ അങ്ങനെയുള്ളതല്ല. പക്ഷേ അവൾ എത്ര തിരക്കിലാണെങ്കിലും വിളിച്ചാലെടുക്കും. അന്തേട്ടാ ആ ഒരു വിളി അല്ലേ, ലൈക്ക് ഒരു ബ്രദർ ഏട്ടൻ എന്നുള്ള രീതിയിൽ. അത് എന്തോ നമ്മളെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അവർ ആ രീതിയിൽ എടുക്കുക. ഇപ്പോൾ സീനിയോറിറ്റി എന്നോ അല്ലെങ്കിൽ ഏജിൻ്റെ ഒരു അങ്ങനെ ഒന്നും ഉള്ളൊരു ഈഗോയും കോംപ്ലക്സും ഇല്ലാത്തൊരു ടീമാണ് നമ്മുടെ ചെമ്പനീർ പൂവ്. അത് അച്ഛനായിട്ട് അഭിനയിക്കുന്ന സജീവേട്ടനായിരുന്നാലും എല്ലാവരും നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ അത് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് തോന്നിയൊരു കാര്യം പറയുമ്പോൾ ഇപ്പോൾ അത് അലിനെ അക്സെപ്റ്റ് ചെയ്യാൻ കാണിക്കുന്നൊരു മനസ്സുണ്ടല്ലോ, അത് ഒരു വലിയ നമുക്കൊരു പോസിറ്റീവാണത്. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോ സീരിയലിൽ നിന്ന് സിനിമ എന്ന് പറയുന്നൊരു കാര്യം പറഞ്ഞു, അതൊരു സ്വപ്നം തന്നെ അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും സ്വപ്നമാണ്. പിന്നെ നമുക്ക് എല്ലാവരുടെയും ആഗ്രഹം വലിയ സ്ക്രീനിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ ചെറിയ ഓപ്പർച്യൂണിറ്റീസ് വരാറുണ്ട്. പക്ഷെ നമ്മുടെ ഈ സീരിയലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കത് ഇട്ടിട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ എന്നാൽ ചോദിക്കും സീരിയൽ ചെയ്യുന്നതിൽ സിനിമ ചെയ്യുന്ന ആൾക്കാരും ഇല്ലേ എന്ന്. അപ്പോൾ അവർ ഇപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് കുറച്ച് വർക്ക് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെ ആ ദിവസങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് പോയി ആ ദിവസങ്ങളിൽ പ്രശ്നമില്ലാണ്ട് അഭിനയിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ ഈ പറയുന്ന പോലെ സീരിയലിൽ ഇപ്പോൾ 1 to 15 ഷൂട്ട് എന്ന് പറയുന്നത് അടുത്ത മാസത്തെ 1 to 15 എന്ന് പറയുന്നത് ഈ മാസം 20ക്ക് മുമ്പേ നമുക്ക് ഡേറ്റ് തരുന്നതാണ്. അപ്പോൾ ഇത്രയും ആർട്ടിസ്റ്റുകളുടെ ഒരു കോർഡിനേഷൻ, കൂടെയുള്ള ആർട്ടിസ്റ്റുകളുടെ അക്കോമഡേഷൻ, അവരുടെ ട്രാൻസ്പോർട്ടേഷൻ, ഫുഡ്, ഇതെല്ലാം പ്രൊഡ്യൂസർ മീറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ 5 days ഉണ്ടാവില്ല, എനിക്ക് സിനിമ കിട്ടി എന്ന് പറഞ്ഞ് നമ്മൾ ഇട്ടിട്ട് പോയാൽ ചാർട്ടുകൾ എൻ്റെ അടുത്ത ചോദ്യം അത് തന്നെയായിരുന്നു. ഇപ്പം ഞാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു റോള് വരികയാണ്. ഓക്കെ, അതും താങ്കൾ ഒരുപാട് സ്നേഹിക്കുന്ന ആരാധിക്കുന്ന ഒരു ഡയറക്ടറിൻ്റെ ഒരു റോള് വരുവാണ്. അപ്പോൾ എന്തുകൊണ്ടും നോ പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും ഡീൽ ചെയ്യുന്നത്? അല്ല, ഇപ്പോൾ അങ്ങനെ സീരിയലിൽ നിന്ന് പോയി സിനിമ ചെയ്തവരുണ്ട്. ഇപ്പോൾ നമ്മൾ പറയും പോലെ നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നത് ചിലപ്പോൾ നമ്മൾ ഒരു പക്ഷേ ഇതുപോലെ ഞാൻ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി വന്നു എന്ന് പറയുന്നത് നമ്മൾ മാറ്റിവെച്ചത് അതിനേക്കാൾ ഈ പറഞ്ഞ നേരത്തെ അഞ്ജലി പറഞ്ഞ ഫെയിം കിട്ടുന്ന ഒരു ക്യാരക്ടർ നമ്മളിപ്പോൾ പ്ലേ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത്രയും നാൾ ചെയ്തതിനനുസരിച്ചുള്ള സീനിയോറിറ്റിക്ക് അനുസരിച്ചുള്ള ശമ്പളം മേടിക്കുന്നുണ്ട്. അപ്പോൾ ഫെയിം പ്ലസ് നമ്മുടെ വരുമാന മാർഗം എന്ന് പറയുന്ന സാലറി ഒക്കെ തരുന്നൊരു പ്രൊഡ്യൂസർ, അങ്ങനെയുള്ളൊരു കമ്പനി, അങ്ങനെയുള്ളൊരു ചാനലിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ അതാവാം നമ്മൾ നേരത്തെ വന്ന ആ ചെറിയ ഓപ്പർച്യൂണിറ്റിയെ നമ്മൾ കൈവയ്ക്കാത്തത്. പക്ഷേ അതിനപ്പുറത്തേക്ക് പോകും, അല്ലെങ്കിൽ പിന്നെ ഈ ഒരു വർക്ക് ചെയ്തിട്ട് പിന്നെ എനിക്ക് തിരിച്ച് സീരിയലിലേക്ക് വരേണ്ടി വരില്ല എന്നൊരു ഉറപ്പ് വന്നാൽ നമുക്ക് ഉറപ്പായിട്ടും, അത് ഞാനല്ല എക്സോർ പോയി ഏതൊരു ആർട്ടിസ്റ്റിനും അത് ഇട്ടെറിഞ്ഞിട്ട് പോകുന്നതല്ല, നമ്മുടെ ഒരു കാൽവയ്പ്പാണല്ലോ. നമ്മൾ ഇപ്പോൾ ഒന്നാമത്തെ പടിയിൽ നിന്നാൽ മാത്രമേ നമുക്ക് രണ്ടാമത്തെ പടിയിലേക്ക് കാൽ വെക്കാനും മൂന്നാമത്തെ പടിയിലേക്ക് കാൽ വെക്കാനും പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു പോകുന്നത് ഒരാളും മനഃപൂർവ്വം ഇട്ടെറിഞ്ഞിട്ട് പോകുന്നതല്ല. അപ്പോൾ അതാണ് പറഞ്ഞത്, അത് ഈ പറഞ്ഞൊരു ഷെഡ്യൂളിനെ അല്ലെങ്കിൽ നമ്മൾ കൺട്രോളറുമായിട്ട് സംസാരിച്ച് പ്രൊഡ്യൂസറുമായിട്ട് സംസാരിച്ച് നമ്മൾ മാന്യമായി പറഞ്ഞ് ആ വർക്കിൽ നിന്നും പിൻവാങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി വന്നാൽ നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് എന്തായിരുന്നാലും സീരിയൽ നമ്മുടെ പ്രൊഡ്യൂസർ ആയിരുന്നാലും ഡയറക്ടർ ആയിരുന്നാലും നമ്മുടെ എൻ്റെ ഒരു ക്രൂ എല്ലാവരും നമ്മളെ കൂടെ നിൽക്കും. ശരി ശരി. അപ്പോൾ ഏഷ്യാനെറ്റുമായിട്ട് ക്ലോസ്ലി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോദിക്കുക, നമുക്ക് എപ്പോഴെങ്കിലും ബിഗ് ബോസിലോട്ട് എൻട്രി പ്രതീക്ഷിക്കാവോ? ഇതിന് മുന്നേ അവസരങ്ങൾ വന്നിട്ടുണ്ടോ ബിഗ് ബോസിൽ? എനിക്ക് ആക്ച്വലി നമുക്ക് 1-2 സുഹൃത്തുക്കളുണ്ട് അതിനകത്ത്.
എന്നെ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്ന അഭിലാഷ് വി നായർ എന്ന് പറഞ്ഞ പുള്ളി PCR ഡയറക്ടറായിട്ട്. അപ്പോൾ ആ ഷോയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ ഒന്നാമത്തെ കാര്യം, എനിക്ക് ഓൾറെഡി ഡിസ്കിനൊരു പ്രോബ്ലം ഉള്ള ആളാണ്, ഡിസ്ക് സർജറി കഴിഞ്ഞ ആളാണ്. അപ്പോൾ L5S1 ഡിസ്ക് കൊളാപ്സ് ആയിട്ട് സർജറി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഹെവി വെയ്റ്റ്സ് എടുക്കാൻ പാടില്ല, മോർ ദാൻ 20 kg മുകളിൽ എടുക്കണമെങ്കിൽ ഇരുന്നിട്ടാണ് എടുക്കാൻ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അത് നമ്മൾ മുന്നോട്ട് വെച്ചിട്ട് ചെന്ന് കളിക്കേണ്ട ഒരു ഗെയിം ഷോ അല്ല ബിഗ്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മുടെ സ്റ്റോറി പറയുമ്പോൾ, ഞാൻ എൻ്റെ ഈ പ്രായത്തിൽ എനിക്ക് നടുവിന് വേദന ഉണ്ടായിരുന്നു, ഡിസ്കിൻ്റെ സർജറി ചെയ്തിരുന്നു, എനിക്ക് കുനിയാൻ പറ്റില്ല, നൂരാൻ പറ്റില്ല, ഇത് വെച്ചുകൊണ്ടാണ്, അങ്ങനെ കുറച്ച് സിമ്പതി നമുക്ക് നേടിയെടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു സിമ്പതിയിലൂടെ കുറച്ച് പേരെ നമ്മളോട് ഇഷ്ടം തോന്നിയാലും ഗെയിം വരുമ്പോൾ നമ്മൾ കുറച്ച് ബാക്ക്വേർഡ് മാറേണ്ടി വരും. അപ്പോൾ അത് അതിൻ്റെതായ ഒരു എന്താ പറയുക, ആ ഒരു ഗെയിം ഫോമാറ്റിന്, ബിഗ് ബോസിൻ്റെ ഫോമാറ്റിന് അത് ഒരു സ്യൂട്ടല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓ ചേട്ടാ, ഒരു ഫൺ സെഗ്മെന്റിലോട്ട് പോവാം. ഓക്കെ, അതായത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യേണ്ടത്, പെട്ടെന്ന് മനസ്സിൽ തോന്നുന്ന ഉത്തരങ്ങൾ പറയാം. ഓക്കെ, വളരെ സത്യസന്ധമായിട്ട് പറയാം. ആനന്ദേട്ടൻ റിയൽ ലൈഫിൽ സീരിയലിനേക്കാൾ ഡ്രാമാറ്റിക് ആയിട്ട് അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ടോന്നാണ്? റൊമാൻറ്റിക് ആയിട്ടാണോ ഡ്രാമാറ്റിക് ആയിട്ട് അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ടോ റിയൽ ലൈഫിൽ? ഇല്ല, റിയൽ ലൈഫിൽ ഞാൻ അങ്ങനെ അഭിനയിക്കുന്ന ഒരാളല്ല. വീട്ടിലും അങ്ങനെ ഞാൻ എന്താണ്, ഇപ്പൊ നമ്മൾ അടുത്തറിയാവുന്നവർക്കും അറിയാം, ഞാൻ അങ്ങനെ ഫുൾ ഫൺ അടിച്ചു പൊളിച്ച് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, തമാശ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന ഒരാളാണ്. അഭിനയിക്കുക എന്ന് പറയുന്ന സാധനം, ഈ റോളിംഗ് എന്ന് പറയുന്ന സാധനം കേൾക്കും, റോളിംഗ് അപ്പോൾ ഞാൻ ജോലിയിലാണ്, അപ്പോഴാണ് ആക്ഷൻ കേൾക്കുമ്പോഴാണ് നമ്മൾ അഭിനയിക്കുന്നു പറഞ്ഞത്. അല്ലാത്തപ്പം ഞാൻ ഇപ്പോൾ അലിനോട് സംസാരിക്കുന്ന പോലെ തന്നെയാണ്. ഓക്കെ, സീരിയലിലെ റൊമാൻറ്റിക് സീൻസ് കണ്ട് വൈഫിന് ജലസ് ആയിട്ടുണ്ടോ? ആയിട്ടുണ്ട്. തുടക്ക സമയത്തൊക്കെ ഭയങ്കര ഇത് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചുകൂടി നമ്മൾ നമ്മുടെ ആ പ്രൊഫഷനെ അപ്രോച്ച് ചെയ്യുന്നൊരു രീതിയും അതിന് കൊടുക്കുന്നൊരു ഡെഡിക്കേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ ഒരു ഇത് മാറി. ഇപ്പം അങ്ങനെ ആദ്യം കെട്ടിപ്പിടിക്കുന്ന പോലും വൈഫിന്, അയ്യോ എന്താ കണ്ട ഉടനെ അവർ കെട്ടിപ്പിടിക്കുന്നു, ഒരു രാവിലെ കെട്ടിപ്പിടിക്കുന്നു, ഷൂട്ട് കഴിഞ്ഞ് പോകുമ്പോൾ കെട്ടിപ്പിടിക്കുന്നു. മീൻസ് അതെ, അത് അവിടെ ആ കെട്ടിപ്പിടുത്തം ഒരു ആൺ പെൺ വ്യത്യാസത്തിലല്ല. നമ്മുടെ അനിയനായിട്ട് അഭിനയിക്കുന്ന ആള്, അല്ലെങ്കിൽ ചേട്ടനായിട്ട് അഭിനയിക്കുന്ന ആള്, അച്ഛനായിട്ട് അഭിനയിക്കുന്ന ആള്, ഇപ്പോൾ സജീവേട്ടനുമായിട്ട് ഹഗ് ചെയ്യുന്നു. രാവിലെ വരുമ്പോൾ സജീവേട്ടൻ എല്ലാ ആർട്ടിസ്റ്റുകളെയും ഹഗ് ചെയ്യുന്ന കൂട്ടത്തിലുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ഹഗ് ചെയ്താൽ നമ്മുടെ ആ ശീലം തുടങ്ങുന്നു. അടുത്ത ദിവസം നമ്മൾ ഹഗ് ചെയ്യുന്നു, നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ അതുപോലെ അടുത്ത് അമ്മ, അപ്പോൾ അവിടെ അമ്മ അച്ഛൻ അല്ലെങ്കിൽ ആൺ പെണ്ണെന്നുള്ള വ്യത്യാസമില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് മനസ്സിലാക്കിയപ്പോൾ മാറി. പിന്നെ ഈ പറയുന്ന എൻ്റെ ഭാര്യമാരായിട്ട് അല്ലെങ്കിൽ എൻ്റെ കാമുകിമാരായിട്ട് എൻ്റെ ആദ്യത്തെ സീരിയൽ മുതൽ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഈ അഞ്ജലി ഹരി വരെ വന്ന് നിൽക്കുന്ന എല്ലാവരും, റഹീന ആയിക്കോട്ടെ, അഞ്ജലി ആയിക്കോട്ടെ, എല്ലാവരുമായിട്ട് വൈഫ് നല്ല സൗഹൃദമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രശ്നം ഇപ്പോൾ ഇല്ല. സൂപ്പർ. സീരിയൽ സെറ്റിലെ ഡയലോഗ് വീട്ടിൽ വന്ന് പറഞ്ഞ ആളാവാറുണ്ടോ? സീരിയൽ സെറ്റിലെ ഡയലോഗ് വീട്ടിൽ വന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ആളാവാറില്ല. മോനും മോളും ഒക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഡയലോഗ് അവർ അച്ഛൻ്റെ ഐ മീൻ അങ്ങനെ എന്തെങ്കിലും, ഇപ്പോൾ ഈ പറഞ്ഞ രാഹുലിൻ്റെ ഡയലോഗ്, അല്ലെങ്കിൽ ശ്രുതി പറഞ്ഞ ഡയലോഗ്, അല്ലെങ്കിൽ സച്ചി ശ്രുതിയോട് പറഞ്ഞ ഡയലോഗ്, അമ്മയോട് പറഞ്ഞ ഡയലോഗ്, ശ്രുതിയോട്, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ സ്ട്രൈക്കിംഗ് ആയാൽ ഞാൻ വരുമ്പോൾ തന്നെ എന്നോട് പറയും, ഇന്നത്തെ എപ്പിസോഡിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് 1-2 ദിവസം കഴിഞ്ഞാലും അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് ചില സമയത്ത് എന്തെങ്കിലും കണക്ഷനിൽ ഞാനങ്ങനെ കേൾക്കാറുണ്ട്. അല്ലാതെ ഞാൻ ആ സീരിയൽ ഡയലോഗ് നമ്മളങ്ങനെ ഓർത്ത് വയ്ക്കാറില്ല. നേരത്തെ പറയാം, നമ്മൾ ആ 9:30 മണി കഴിയുമ്പോൾ നമ്മളത് വിടും. ഓക്കെ, സോ വീട്ടിൽ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ഗോസിപ്പുകൾ വന്ന് ഡിസ്കസ് ചെയ്യാറുണ്ടോ? ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ഗോസിപ്പുകൾ അങ്ങനെ ഇങ്ങനെ കേൾക്കുന്നു അത് ശരിയാണോ, ഇങ്ങനെ കേൾക്കുന്നു അത് ശരിയാണോ, അങ്ങനെ ഒന്നും ചോദിക്കാറുള്ള ഒരാളല്ല എൻ്റെ വൈഫ് ഒന്നാമതായിട്ട്. പിന്നെ എന്തെങ്കിലും കേട്ടാലോ അറിഞ്ഞാലോ, ഇപ്പം ഈ ഗോസിപ്സ് ഒന്നല്ല, ഈ സോഷ്യൽ മീഡിയാസ് തന്നെ വാസ്തവം അറിയാതെ ഇപ്പോൾ ആക്ടേഴ്സിന്റെ ശമ്പളം നിങ്ങൾക്കറിയുമോ? ചെമ്പനീർ പൂവിലെ നടീനടന്മാരുടെ ശമ്പളം, ഡെയിലി ശമ്പളം, അത് സത്യം നിങ്ങളത് പുറത്തു വിട്ടോളൂ. ഇപ്പം ശമ്പളം എന്ന് പറയുന്നത് നമ്മൾ പിന്നെ കുഴൽപ്പണം വെളുപ്പിക്കുന്നതോ അല്ലെങ്കിൽ കള്ളക്കടത്ത് നടത്തുന്നതോ അല്ല. നമ്മൾ അധ്വാനിച്ച് ജോലി ചെയ്ത് അവരവർ മേടിക്കുന്ന ശമ്പളമാണ്. എന്നോട് എൻ്റെ പ്രായം ചോദിച്ചാൽ പറയാൻ എനിക്ക് മടിയില്ല, എൻ്റെ ശമ്പളം ചോദിച്ചാൽ പറയാൻ എനിക്ക് മടിയില്ല. അപ്പോൾ ഇതൊന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വീഡിയോ ചെയ്താൽ കുഴപ്പമില്ല. ഇത് എൻ്റെ 7 അയലത്തൂടെ പോലും പോവാത്ത എമൗണ്ടുകൾ വെച്ചാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ കാണുമ്പോൾ ഇത് കണ്ടോ ഇങ്ങനത്തെ വീഡിയോ ഇറങ്ങി കണ്ടായിരുന്നോ എന്ന് പറഞ്ഞപ്പോൾ അതുപോലുള്ള സാധനങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട്, ഇതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്ന്. അല്ലാതെ മറ്റു റൂമേഴ്സും മറ്റു കാര്യങ്ങൾക്കൊന്നും പുറകെ പോകുന്ന ഒരാളല്ല ആ വൈഫ്. ഓക്കെ, സുധിയും ആനന്ദും തമ്മിലുള്ള വ്യത്യാസങ്ങൾ?
സുധിയും അല്ലെങ്കിൽ എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ, അത് പറയാനായിരിക്കും കുറച്ചുകൂടി. സിമിലാരിറ്റി ഞാൻ സത്യത്തിൽ ഈ എനിക്ക് തോന്നുന്നു 10-600 എപ്പിസോഡ് ആവാറുണ്ട് ആവുന്നു. ഞാനിങ്ങനെ എപ്പിസോഡ് കാണുമ്പോൾ നോക്കും ആനന്ദിൻ്റെ മാനറിസംസ് എവിടെയെങ്കിലും എന്തെങ്കിലും സുധിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഞാനിങ്ങനെ നോക്കാറുണ്ട്. അപ്പോൾ എനിക്കങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ ചില സമയത്ത് ഇരുന്നിട്ട് എണീക്കുന്നതും നടക്കുന്നതും കൈയെടുക്കുന്നതൊക്കെ എൻ്റെ ചേട്ടൻ ചെയ്യുന്നത്. കാരണം ഇപ്പം നമുക്ക് നമ്മുടെ ചിലപ്പം മനസ്സിലാവില്ലല്ലോ, ചേട്ടൻ്റെ മാനറിസം എൻ്റെ ചേട്ടൻ പെട്ടെന്ന് നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട്. അല്ലാതെ സുധിയും ആനന്ദുമായിട്ടൊന്നും യാതൊരു ഇതുമില്ല. കാരണം 7 ഡിഗ്രി ഉള്ളവനാണ് സുധി, നമുക്ക് പേര് പറയാൻ 1 ഡിഗ്രി പോലും ഇല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്കളുടെ ഒരു ആക്ടിങ് ലൈഫ് അല്ലെങ്കിൽ ഒരു മീഡിയ കരിയർ എന്ന് പറയുന്നത് എന്നെ പോലെ അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള പാവപ്പെട്ട പയ്യന്മാർക്ക് മീഡിയയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന പയ്യന്മാർക്ക് ഒത്തിരി ഇൻസ്പിറേഷനിലാണ്. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. നേരത്തെ പറഞ്ഞ പോലെ സിനിമയും ഒക്കെ ലൈഫിലോട്ട് വരട്ടെ. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.